നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന രണ്ട് പ്രധാന സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസ് ഇന്ന് 2.27% ഇടിഞ്ഞ് 6728 ക്ലോസിംഗ് നൽകി. 4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 28.5, ഡിവിഡൻഡ് ഈൽഡ് 0.5%, 52 വീക്ക് ഹൈ 8192, 52 വീക്ക് ലോ 6187. ബജാജ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 13.8% വർദ്ധിച്ച് 3912 കോടിയായി മാറി. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ മിസ് ചെയ്ത ഒരു പ്രോഫിറ്റാണ് അല്ലെങ്കിൽ ക്വാർട്ടർലി റിസൾട്ടാണ് ബജാജ് ഫിനാൻസ് കാഴ്ചവെച്ചത്. ബജാജ് ഫിനാൻസിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 25% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 6717 കോടിയിൽ നിന്നും 8365 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രീ പ്രൊവിഷനിങ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 25% വർദ്ധിച്ച് 5543 കോടിയിൽ നിന്നും 6947 കോടിയിലേക്ക് ഉയർന്നു. അതോടൊപ്പം തന്നെ ലോൺ ലോസ് ആൻഡ് പ്രൊവിഷൻ എമൗണ്ട് 995 കോടിയിൽ നിന്നും 1635 കോടിയിലേക്ക് ഉയർന്നു. നെറ്റ് ഇൻകം ഇയർ ഓൺ ഇയറിൽ 24% വർദ്ധിച്ച് 10418 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. ടോട്ടൽ ന്യൂ ലോണുകളുടെ എണ്ണത്തിൽ 10% വർധനവുണ്ടായി. 9.94 മില്യണിൽ നിന്നും 10.97 മില്യണിലേക്ക് ടോട്ടൽ ന്യൂ ലോൺ ഉയർന്നിട്ടുണ്ട്. ഇ-കോം, ഇൻസ്റ്റാ EMI കാർഡ് വഴിയുള്ള ലോൺ ഡിസ്പേഴ്സലും കമ്പനി ആരംഭിച്ചു. ഇതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ബജാജ് ഫിനാൻസിൻ്റെ കൺസ്യൂമർ ബേസ് 72.98 മില്യണിൽ നിന്നും 88.11 മില്യണിലേക്ക് ഉയർന്നു. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 1 മാത്രം കമ്പനിയുടെ കസ്റ്റമർ ബേസ് 4.47 മില്യനായി ഉയരുകയും ചെയ്തു. ഇനി അസറ്റ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഗ്രോസ് NPA 0.87% നിന്നും 0.86% ഇടിഞ്ഞെങ്കിലും നെറ്റ് NPA 0.31% നിന്നും 0.38% ഉയർന്നിട്ടുണ്ട്. ഉയർന്നിട്ടുണ്ട്. പ്രൊവിഷനിങ് കവറേജ് റേഷ്യോ 56% ഉയരുകയും ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ 21.65% രേഖപ്പെടുത്തുകയും ചെയ്തു. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 31% വളർച്ചയോടുകൂടി 2.7 ലക്ഷം കോടിയിൽ നിന്നും 3.54 ലക്ഷം കോടിയായി ഉയർന്നു. ക്വാർട്ടർലി റിസൾട്ട് സമ്മറൈസ് ചെയ്താൽ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനിയുടെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ 12498 കോടിയിൽ നിന്നും 16099 കോടിയും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 14926 കോടിയിൽ നിന്നും 16099 കോടിയുമായിട്ടാണ് റവന്യൂ ഉയർന്നിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് മാർജിൻ 39% നിന്ന് 34% ഇടിഞ്ഞത് ഒരു പ്രധാന കൺസേൺ തന്നെയാണ്. അതേസമയം നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഉയർന്നു. 3437 കോടിയിൽ നിന്നും 3912 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും 3825 കോടിയിൽ നിന്നും 3912 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറും ഉയർന്നിട്ടുണ്ട്. ബജാജ് ഫിനാൻസിൽ പ്രൊമോട്ടേഴ്സും FISും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയെന്നുള്ളതും പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 54.6 നിന്നും 54.7 FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 20.5 നിന്നും 21.08% എത്തിയിട്ടുണ്ട്. അതേസമയം DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 14.3 നിന്നും 14.2 എത്തുകയും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 10.19% നിന്നും 9.83% എത്തുകയും ചെയ്തു. ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കും 2024 വർഷത്തിൽ അണ്ടർ പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ്. അതായത് അത്ര മികച്ച റിട്ടേൺ സ്റ്റോക്ക് നൽകിയില്ല. ഇവിടെ സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. 6400 രൂപയുടെയും 6280ൻ്റെയും സ്ട്രോങ് സപ്പോർട്ടും 7500 റെസിസ്റ്റൻസുമാണ് സ്റ്റോക്കിനുള്ളത്. സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ സപ്പോർട്ട് പ്രൈസിലേക്ക് നീങ്ങുകയാണ്. 6400 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. 6000 വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് SRF ലിമിറ്റഡ്. SRF ഇന്ന് 0.61% ഇടിഞ്ഞ് 2353 ക്ലോസിംഗ് നൽകി. 69000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 52.22, ഡിവിഡൻഡ് ഈൽഡ് 0.31%. ബജാജ് ഫിനാൻസ് പോലെ തന്നെ ദീർഘകാലമായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുന്ന സ്റ്റോക്കായി മാറിയിട്ടുണ്ട് SRF. SRFൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടർ 4%, കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 4% വർദ്ധിച്ച് 3464 കോടിയായി ഉയർന്നു. ഇവിടെ മാർക്കറ്റ് 3324 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത റവന്യൂ കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം SRFൻ്റെ EBITDA 667 കോടിയിൽ നിന്നും SRFൻ്റെ EBITDA മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു. 667 കോടി രൂപയുടെ എബിറ്റയാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. ആക്ച്വൽ എബിറ്റ 603 കോടിയായി രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എബിറ്റ 13% ഇടിഞ്ഞത് ഒരു പ്രധാന കൺസേണായി മാറിയിട്ടുണ്ട്.
എബിറ്റ മാർജിൻ 17.4% ചുരുങ്ങി. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 340 ബേസിസ് പോയിൻറ്റിൻ്റെ ഇടിവ് എബിറ്റയിൽ വന്നു. അതേസമയം അനലിസ്റ്റ് 20%-ഓളം എബിറ്റ മാർജിനാണ് പ്രതീക്ഷിച്ചത്. ഇൻ ടേംസ് ഓഫ് എബിറ്റ മാർജിൻ ആൾസോ കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 30% ഇടിഞ്ഞ് 389 കോടിയിൽ നിന്നും 282 കോടിയിലേക്ക് എത്തി. 319 കോടിയാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ താഴ്ന്ന ലെവലിലുള്ള നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇനി കെമിക്കൽ ബിസിനസ്സിലെ റവന്യൂ 11%-ഓളം ഇടിഞ്ഞ് 1482 കോടിയായി മാറുകയും കെമിക്കൽ ബിസിനസ്സിലെ എബിറ്റ 27.7%-ൽ നിന്നും 20.6%-ലേക്ക് ഇടിയുകയും ചെയ്തു. ഫ്ലൂറോ കെമിക്കൽ ബിസിനസ്സിനെ കമ്പനിയുടെ ലോ മാർജിൻ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അതേസമയം പാക്കേജിംഗ് ഫിലിം ബിസിനസ്സിലും ടെക്നിക്കൽ ടെക്സ്റ്റൈൽസിലും കമ്പനി ഒരൽപ്പം ഇംപ്രൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. പാക്കേജിംഗ് ഫിലിം ബിസിനസ് 22% വർദ്ധിച്ച് 1336 കോടിയായി ഉയർന്നു. പാക്കേജിംഗ് ഫിലിം വഴിയുള്ള എബിറ്റ മാർജിൻ 4.7%-ൽ നിന്നും 6.5%-ലേക്ക് ഉയർന്നു. ടെക്നിക്കൽ ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിൻ്റെ റവന്യൂ 13% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 525 കോടിയായി മാറുകയും മാർജിൻ 13%-നടുത്ത് ഫ്ലാറ്റായി തുടരുകയും ചെയ്യുന്നു. SRF എന്ന സ്റ്റോക്കും 2383 ട്രേഡ് ചെയ്യുന്നു. SRFനെ സംബന്ധിച്ചിടത്തോളം 2650 രൂപയുടെ റെസിസ്റ്റൻസും 2050, 2100 തുടങ്ങിയ സോണുകളിലുള്ള സപ്പോർട്ടുമാണ്. ദീർഘകാലമായ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ലാത്തതുകൊണ്ട് സ്റ്റോക്ക് ചിലപ്പോൾ സപ്പോർട്ട് പ്രൈസിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. 2100, 2050 തുടങ്ങിയവയാണ് സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് പ്രൈസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്